സ്നേഹദീപം എന്ന ബോട്ടിലെ 50ഓളം മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് കായലിലും കടലിലും ഇവർ വല നീട്ടുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 3 മണിക്കൂറിന് ശേഷമാണ് ഇവർ കടലിൽ വല നീട്ടിയത്. ഇവരുടെ അധ്വാനത്തിന്റെ ഫലം വളരെ മഹത്തരമുള്ളത് തന്നെയാണ്. എന്നിട്ടും അധികാരികൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് അത്യന്തം ക്രൂരമായ കിട്ടിയ മത്സ്യസമ്പത്തുമായി മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അഴീക്കലിലെ ലേലഹാളിലാണ്. ഇവിടെ മത്സ്യം വിറ്റ് കിട്ടുന്ന പണവുമായി അവർ തിരികെ സ്വദേശത്തേക്ക് പോകും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടാവും, വലിയഴിക്കലിലെ ലേലഹാളിന്റെ അവസ്ഥ എന്തായി എന്നുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് വലിയഴിക്കൽ ലേലഹാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ അധികാരികളുടെ അനാസ്ഥ മൂലം നിർമ്മാണ പ്രവർത്തനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ആ ലേലഹാള് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഇത്രയും ദൂരം താണ്ടി ഇവിടെ വരെ എത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നില്ല. ഒരു കേന്ദ്രമന്ത്രിയും ഒരു സംസ്ഥാന മന്ത്രിയുമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത്. മത്സ്യഗ്രാമം പദ്ധതി ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കുന്നു എന്നുള്ള ഒരു അധികാരവാദം ഇപ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പദ്ധതി പ്രവർത്തനങ്ങൾ ശൈശവാവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. മത്സ്യം വിറ്റ് കിട്ടിയതുമായി തീരത്തേക്ക് ഒരു തിരിച്ചുപോക്ക്. ആർത്തുല്ലസിച്ച് ആനന്ദത്തോടെ ഇനി ഈ രാത്രി ഇവർക്ക് ഉത്സവമാണ്. വയർ നിറച്ച് ആഹാരം കഴിച്ച് സ്വപ്നങ്ങളും കണ്ട് രാത്രിക്കൊപ്പം കിടന്നുറങ്ങുന്നു. പുലർച്ചെ പിടഞ്ഞെഴുന്നേറ്റ് ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് വീണ്ടും ഒരു യാത്ര. ഇന്ത്യക്ക് ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്ന ഒന്നാണ് മത്സ്യ സംസ്കരണവും മത്സ്യവിപണനവും മത്സ്യ കയറ്റുമതിയും. എന്നാൽ മത്സ്യസമ്പത്ത് വേണ്ടുവോളം കിട്ടാത്ത സാഹചര്യത്തിൽ മത്സ്യവിപണനവും കയറ്റുമതിയും കാര്യമായ രീതിയിൽ നടക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. ഇവിടെ ഞങ്ങൾ ഈ പരിപാടി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളിയുടെ യഥാർത്ഥ ജീവിത ചിത്രം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രതിഷേധം, പ്രതികരണം, പ്രതിവിധി എന്ന അധ്യായം ഇവിടെ സമാപിക്കുന്നു. കവിഭാഷയിൽ ഒരു നിശ്ചയമില്ല ഒന്നിനും, വരുമോരോ ദിശ വന്ന പോലവോ. അതുപോലെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും. ഇനി പുതിയ ഒരു അധ്യായവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണും വരെ നന്ദി, നമസ്കാരം.